സോ അടുത്തതാണ് തിയറീസ് ഓഫ് സെല്ലിംഗ്. അപ്പോൾ സെല്ലിംഗ് എന്ന് പറയുന്ന കാര്യം എന്താണ്, അല്ലേ, വിൽപ്പന അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് സെല്ലിംഗ്. അപ്പോൾ ആ സെല്ലിങ്ങിനെ സംബന്ധിച്ച് ഒരുപാടൊന്നുമില്ല, 4 തിയറീസ് ഉണ്ട്. അതിലൊന്നാമത്തെയാണ് എയ്ഡാസ് തിയറി, രണ്ടാമത്തെയാണ് റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് തിയറി, മൂന്നാമത്തെയാണ് ബൈയിങ് ഫോർമുല തിയറി, നാലാമത്തെയാണ് ബിഹേവിയർ ഇലക്വേഷൻ തിയറി. ഏതൊക്കെയാണ്? എയ്ഡാസ് തിയറി, റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസ് തിയറി, പിന്നെ ബിഹേവിയറൽ തിയറി, ബൈയിങ് ഫോർമുല തിയറി, പിന്നെന്താണ്? ബിഹേവിയറൽ ഇക്വേഷൻ തിയറി. അപ്പോൾ നമ്മൾ ആദ്യത്തെ തിയറി നോക്കാൻ പോവാണ്. എന്താണ്? എയ്ഡാസ് തിയറി. This theory is based on the premise that during a sale presentation, the prospect can consciously go through 5 different stages. ഈ തിയറി അല്ലെങ്കിൽ അഥവാ ഈ സിദ്ധാന്തം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെയിൽസ് പ്രസൻറ്റേഷൻ്റെ സമയത്ത്, അതായത് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു കസ്റ്റമറിനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതിനെപ്പറ്റി വിവരിക്കുന്ന സമയത്ത് എന്താണ്, ഒരു പ്രോസ്പെക്റ്റ്, അതായത് ഒരു ഉപഭോക്താവ് എന്ത് ചെയ്യും, അവർ ബോധപൂർവം 5 കാര്യങ്ങളിലൂടെ കടന്നു പോകും. ആ 5 കാര്യങ്ങളിൽ ഒന്നാണ് അറ്റൻഷൻ, പിന്നെ ഇൻട്രസ്റ്റ്, 3 ഡിസയർ, 4 ആക്ഷൻ, 5 സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് 5 കാര്യങ്ങൾ. ഒരു സെയിൽസ് പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഒരു ഉപഭോക്താവ് കടന്നു പോകുന്ന 5 സ്റ്റേജുകളാണിവ. ഏതൊക്കെയാണ്? അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് അറ്റൻഷൻ. അറ്റൻഷനിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സെയിൽസ് പേഴ്സൺ ഷുഡ് അട്രാക്ട് ദി പ്രോസ്പെക്ട് ടു ഹിസ് പ്രസൻറ്റേഷൻ ബിഫോർ ഹി ഗോസ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ സെയിം. ദിസ് ഈസ് ടു എൻഷുർ ദാറ്റ് പ്രോസ്പെക്ട് ബിക്കംസ് receptive to the presentation. Let's understand the need for securing attention. We all appreciate that fact that usually the prospect may be busy in routine jobs and his daily assignments. Thus, before the meeting, the salesperson the prospect's mind may be involved in something other than the topic, which even remotely is not concerned with the product about which the salesperson is going to present. Unless the salesperson engages the prospect's mind in presentation, his total effort may go unnoticed or unregistered. ഈ അറ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു സെയിൽസ് പേഴ്സൺ ഒരു പ്രസൻറ്റേഷൻ തുടങ്ങുന്നതിന് മുൻപ്, അതല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റി വല്ലാതെ അങ്ങ് വിവരിക്കുന്നതിന് മുന്നേ, അവരുടെ പ്രൊസ്പെക്റ്റിൻ്റെ അഥവാ കസ്റ്റമറുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കണം. അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ കാണുന്നതിന് മുന്നേ കസ്റ്റമേഴ്സ് മറ്റ് പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരുന്നിരിക്കാം. അവർ മറ്റ് പല കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചിന്തകളായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. സോ അത് മാറി പ്രൊഡക്റ്റിനെ പറ്റി മാത്രം ചിന്തിക്കുവാനും പ്രൊഡക്റ്റിൽ മാത്രം അവർ ശ്രദ്ധിക്കുവാനും പ്രൊഡക്റ്റിനെ പറ്റി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പറയുന്ന കാര്യങ്ങൾ മാത്രം അവരുടെ മനസ്സിലുണ്ടാകുവാനും വേണ്ടി ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യുന്നു? അവരേനെ ഈ പ്രസൻറ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് അറ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു കസ്റ്റമറിനെ
നടത്താൻ പോകുന്ന പ്രസൻറ്റേഷനിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഉൽപ്പന്നത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചയിലേക്ക് അവരെ എന്ത് ചെയ്യണം, അവരുടെ മറ്റ് ചിന്തകളിൽ നിന്നും കൊണ്ടുവന്ന് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ചിന്തകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് അറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഇൻട്രസ്റ്റ്. Once the salesperson has successfully gained the prospect's attention, he should maintain the interest of the prospect throughout the presentation. In other words, the salesperson should ensure that prospect remains glued to his presentation throughout and he does not wander away from the same. അതായത് എന്താണ്, ഇപ്പോൾ നമ്മൾ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു കസ്റ്റമറിന് ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അറ്റൻഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലേ, ഇപ്പോൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ പ്രൊഡക്റ്റ് ഏതാണോ അതിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥ പ്രസൻറ്റേഷൻ തീരുന്നത് വരെ, പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ അവസാനിക്കുന്നത് വരെ, അത് വാങ്ങണമെന്ന് അവർ തീരുമാനിക്കുന്നത് വരെ അവരുടെ ഉള്ളിൽ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് നിലനിർത്തണം. ആ അറ്റൻഷൻ നിലനിർത്തുക എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ ഇൻട്രസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഉറപ്പ് വരുത്തണം എന്ത്, ഉപഭോക്താവ് ആ പ്രസൻറ്റേഷനിൽ തന്നെയാണെന്നും അവരുടെ മനസ്സ് മറ്റു വഴികളിലേക്ക് പോയിട്ടില്ലെന്നും ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം, എൻഷുർ ചെയ്യണം. ദി സെയിൽസ് പേഴ്സൺ ഷുഡ് ബി അവെയർ ഓഫ് ദ ഇൻട്രസ്റ്റ്, ലൈക്സ്, dislikes, attitude and motivation of the prospect and should proceed with the presentation keeping in view all these factors. എന്താണ്, ഒരു സെയിൽസ് പേഴ്സൺ ഒരു ഉപഭോക്താവിൻ്റെ ഇൻട്രസ്റ്റ്, അവരുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അവരുടെ സമീപനം, അവരുടെ മനോഭാവം, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഘടകങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇൻട്രസ്റ്റ്. അടുത്തതാണ് ഡിസയർ. The next step in the sales process, as per IDEA's theory, is to create strong desire in the prospect's mind to purchase his product. The salesman should consciously try to bring the prospect into his stage of readiness to the point of buying his product. എന്താണ് ഡിസയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിലേക്ക് ഒരു അറ്റൻഷൻ കൊണ്ടുവന്നു, ആ ഇൻട്രസ്റ്റ് ആ പ്രൊഡക്റ്റിന് മേലുള്ളൊരു അതിലുള്ളൊരു ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു, അതുവഴി എന്താണ് ഒരു ഡിസയർ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ. ഡിസയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ആഗ്രഹം അല്ലേ, ആഗ്രഹം അല്ലെങ്കിൽ ഇന്നൊരു സാധനം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഇന്നൊരു സാധനം വാങ്ങണം എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് വരുത്തണം. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഒരു അത്രയും ശക്തമായ ഒരു ഡിസയർ, അത്രയും ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. എന്തിനു വേണ്ടിയിട്ട്, ആ ഉൽപ്പന്നം വാങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യണം, അയാൾ ബോധപൂർവം ഒരു നയത്തിൽ വളരെ നല്ല രീതിയിൽ ഒരു പ്രോസ്പെക്റ്റിനെ അഥവാ ഒരു കസ്റ്റമറിനെ എന്താണ്, ഈ ഉൽപ്പന്നം വാങ്ങിക്കാം, ഞാൻ പ്രസൻറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഏതാണോ, അല്ലെങ്കിൽ ഒരു സെയിൽസ് റെപ്പ് പ്രസൻറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഏതാണോ അത് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം എന്ന ഒരു തീരുമാനം കസ്റ്റമറെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കുക. അതാണ് ഡിസയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ മൂന്ന് കാര്യങ്ങൾ, നമ്മളെന്ത് ചെയ്തു, അറ്റൻഷൻ കൊണ്ടുവന്നു, കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ പ്രസൻറ്റേഷനിലേക്ക് ഒരു അറ്റൻഷൻ കൊണ്ടുവന്നു, അതുവഴി ആ അറ്റൻഷൻ കൊണ്ടുവന്നു, അതുവഴി എന്താണ് അതിലുള്ളൊരു ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു, അതുവഴി ഡിസയർ ക്രിയേറ്റ് ചെയ്തു അല്ലേ, സാധനങ്ങൾ വാങ്ങണമെന്നൊരു ആഗ്രഹം ക്രിയേറ്റ് ചെയ്തു. പിന്നെന്താണ് ആക്ഷൻ. അടുത്തതാണ് ആക്ഷൻ. എന്താണ്,
Once the salesperson has been successful in taking his prospect through these three stages as discussed above, he should induce the prospect into buying the product. It would be interesting for us to understand that even after going through these three stages of attention, interest and desire, prospect may still have some doubt or some inertia, which will stop him from making the final decision of buying the product. Hence, it becomes an important task of the salesman to help his prospect in making the final decision. എന്താണ് ഇപ്പോൾ ഒരു ഡിസയർ ഒന്നും അല്ലെങ്കിൽ സാധനം ഈ സാധനം വാങ്ങാം എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി, ഉപഭോക്താവിൻ്റെ മനസ്സിലുണ്ടായി. എന്നിരുന്നാൽ പോലും എന്താണ് അവർക്കൊരു സംശയം ഉണ്ടാകാം, ഇത് വാങ്ങണോ, ഇത് വാങ്ങിയാൽ ശരിയാകുമോ, അങ്ങനൊരു തോന്നലുണ്ടാകാം. അപ്പോൾ അങ്ങനൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു അവസാനമായൊരു തീരുമാനം എടുക്കുവാൻ എന്താണ് കസ്റ്റമറിനെ സഹായിക്കണം. അതെ, അതാണ് ആക്ഷനിൽ പറയുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ് ഇപ്പോൾ യുറേക്ക ഫോബ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ വാക്യൂം ക്ലീനർ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അവരുടെ എന്താണ് ആ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടിട്ട് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ സംശയങ്ങളെല്ലാം അവർ തീർത്തു തന്നു. വളരെ നല്ലൊരു ഉൽപ്പന്നമായിട്ട് നമുക്ക് തോന്നി. എന്നിരുന്നാൽ പോലും നമുക്കൊരു സംശയം ഉണ്ടാകാം അല്ലേ. കാരണം എന്താണ്, അത് വാങ്ങണോ വേണ്ടോ എന്നുള്ള അവസാന തീരുമാനം നമ്മളുടേതാണ് അല്ലേ. അപ്പം അതെടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാം. ഇത് വാങ്ങണോ, ഇത് വാങ്ങിയാൽ ശരിയാകുമോ അല്ലേ. അപ്പം അതാണ് ഇവിടെ വരുന്നത്. അപ്പം എന്താണ്, അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരുമ്പോൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്തൊക്കെ പറയാം, സാർ ഷുഡ് ഐ സെൻഡ് ദ മെഷീൻ ടുമാറോ ഓർ ടുഡേ, ഞാൻ നാളെ തന്നെ ഈ മെഷീൻ കൊടുത്തു വിടട്ടെ, അഥവാ എന്താണ് ഫിനാൻസ് ഓപ്ഷൻ അവൈലബിൾ ആണ് സാർ ഇൻസ്റ്റാൾമെൻ്റ് അടച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പറയാം. കാരണം നമ്മളിപ്പോൾ ഇത് വാങ്ങാം, നമുക്കിത് പ്രൊഡക്റ്റിനോടൊരു ഇഷ്ടം ഉപഭോക്താവിന് വന്നു, പക്ഷെ അത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു അവസാന തീരുമാനം എടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യാണ്, അപ്പോൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ചോദിക്കുന്നത്, സാർ ഞാൻ നാളെ തന്നെ പ്രൊഡക്റ്റ് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഇത് ഫിനാൻസ് ഓപ്ഷനൊക്കെ ഉണ്ട് സാറ് പൈസയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, സാറിന് ഫിനാൻസ് ഓപ്ഷൻ ഉണ്ട്, സാർ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് അവസാനമായൊരു തീരുമാനം എടുപ്പിക്കുക. അതാണ് എന്താണ് ആക്ഷനിൽ പറയുന്നത്. അടുത്തതാണ് സാറ്റിസ്ഫാക്ഷൻ. Once the prospect has placed an order, the salesman should ensure that the prospect arises the impression of having taken the right decision. He should always thank the prospect and even go to the extent of saying, I appreciate your choice, sir, and you have taken an excellent decision. The sales person should ensure that that the delivery of the product order takes place within the time promised and all other promises are kept regarding installation of free servicing, etc. Moreover, the salesperson should try to keep in touch with the prospects and should keep enquiring about the satisfactory performance of its purchase. എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലേ. ഓർഡർ പ്ലേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയം, അവസാന തീരുമാനം എടുക്കാനുള്ള സംശയം, ആ സംശയമൊക്കെ മാറി തീരുമാനം എടുത്തു, സാധനം വാങ്ങാമെന്ന് തീരുമാനമെടുത്തു. അപ്പം അങ്ങനെ പ്രോസ്പെക്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തു അല്ലേ. പ്രോസ്പെക്റ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പിന്നീട് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രോസ്പെക്റ്റ് ആ കസ്റ്റമർ ശരിയായ തീരുമാനമാണ് എടുത്തത് എന്നുള്ളൊരു കാര്യം കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനാണ്. പിന്നെന്താണ് അവരെ
സമയത്തിന് ഡെലിവറി ആണ്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് ഡെലിവറി ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി ആവണം. അതിൽ പിന്നീട് ഒരു ലാഗ് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ പോയി, അവർക്കൊരു അതൃപ്തി അപ്പം തന്നെ ഉണ്ടാവും. പിന്നെന്താണ്, പിന്നെ ചില പ്രോമിസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ അല്ലേ. ഇപ്പോൾ ആക്ഷനിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പോൾ എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ആക്ഷനിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്താണ്, ഇപ്പോൾ ഫ്രീ സർവീസിൻ്റെ കാര്യവും അതല്ലെങ്കിൽ ഇപ്പം എന്താണ് മറ്റേ ഇൻസ്റ്റലേഷൻ്റെ കാര്യവും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോമിസുകൾ കൂടി അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഇവിടെ നടത്തണം. അതുപോലെ തന്നെ എന്താണ്, ഉപഭോക്താവുമായി ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അവരുടെ എന്താണ്, അവർ വാങ്ങിച്ച ആ പ്രൊഡക്റ്റ് അവർക്ക് ആ പ്രൊഡക്റ്റിൽ അവർ സാറ്റിസ്ഫാക്ടറി ആണോ, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ, അവർ തൃപ്തരാണോ, അവർ എന്താണ് ഉപഭോക്താവ് വാങ്ങിയ ഉൽപ്പന്നത്തിൽ അവരുടെ ഉപയോഗത്തിലൂടെ ആ ഉൽപ്പന്നത്തിൽ അവർ തൃപ്തരാണോ എന്ന കാര്യം എന്ത് ചെയ്യണം, ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അന്വേഷിക്കണം. സോ ഇതാണ് സാറ്റിസ്ഫാക്ഷനിൽ പറയുന്നത്. സോ എന്തൊക്കെയാണ് എയ്ഡാസ് തിയറി കൊണ്ട് പറയുന്നത്? എയ്ഡാസ് തിയറിയിൽ നമ്മൾ പറഞ്ഞു, ഈ തിയറി വിശ്വസിക്കുന്നത് എന്താണ്, ഈ തിയറി പ്രകാരം എന്താണ്, ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് സംസാരിക്കുന്ന സമയത്ത് ഒരു ഉപഭോക്താവിൻ്റെ മനസ്സ് 5 സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നു. അതിലൊന്നാമത്തെയാണ് അറ്റൻഷൻ, രണ്ടാമത്തെയാണ് ഇൻട്രസ്റ്റ്, മൂന്നാമത്തെയാണ് ഡിസയർ, നാലാമത്തെയാണ് ആക്ഷൻ, അഞ്ചാമത്തെയാണ് സാറ്റിസ്ഫാക്ഷൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഉപഭോക്താവിൻ്റെ ശ്രദ്ധ പ്രൊഡക്റ്റിൻ്റെ പ്രസൻറ്റേഷനിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരിക, അതാണ് അറ്റൻഷൻ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ അറ്റൻഷനെ നിലനിർത്തുക അല്ലേ. ഒരു ഉപഭോക്താവിൻ്റെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ മനോഭാവം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുക, ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നത്തിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരിക. ഡിസയറിൽ പറയുന്നത് എന്താണ്, ഈ ഉൽപ്പന്നം വാങ്ങിക്കാം, ഇത് കൊള്ളാം, ഇയാൾ പ്രസൻറ്റേഷനൊക്കെ കൊള്ളാം, ഇയാൾ പ്രൊഡക്റ്റ് അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു, ഇത് വാങ്ങിച്ചേക്കാം, അങ്ങനൊരു തോന്നൽ ഉണ്ടാക്കുക, അതാണ് ഡിസയർ. അടുത്തത് എന്താണ്, ആക്ഷനിൽ പറയുന്ന കാര്യം എന്താണ് അല്ലേ. ഇപ്പോൾ അവസാനമായൊരു തീരുമാനം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കസ്റ്റമറിനുണ്ടാകാം അല്ലേ. ഇത് വാങ്ങണോ, പ്രൊഡക്റ്റൊക്കെ കൊള്ളാം, എന്നാലും ഇപ്പോൾ അത് വാങ്ങണോ, അത് പൈസ കുറച്ച് കൂടുതലാണ്, ഇത് മുതലാവുമോ, ഇനി അതല്ലെങ്കിൽ എന്താണ്, അപ്പോൾ അങ്ങനത്തെ പല ചിന്തകളൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പറയാണ്, സാർ ആ കാര്യം ആലോചിച്ചൊന്നും സാറ് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് EMI അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാന തീരുമാനം എടുപ്പിക്കുവാൻ ഒരു ഉപഭോക്താവിനെ സഹായിക്കുക. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ് തീരുമാനിച്ചു, ഞാനിത് വാങ്ങാം എന്ന് തീരുമാനിച്ചു, അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, ആ ഉപഭോക്താവ് എടുത്ത തീരുമാനം കറക്റ്റാണ്, നല്ല തീരുമാനമാണ് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തണം. ആരെന്നെ, കസ്റ്റമറിനെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ഉണ്ടാവണം. അതുപോലെ ആക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ, ഇപ്പോൾ അവസാന തീരുമാനം എടുക്കാൻ വേണ്ടി പല കാര്യങ്ങൾ, ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാര്യം ഒക്കെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഫ്രീ സർവീസിൻ്റെ കാര്യം, അതുപോലെ ഫ്രീ ഇൻസ്റ്റലേഷൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർ പാലിക്കണം. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ആ പ്രൊഡക്റ്റിൽ അവർ തൃപ്തരാണോ എന്ന കാര്യം എന്ത് ചെയ്യണം, അന്വേഷിക്കണം. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. സോ ഇതൊക്കെയാണ് എയ്ഡാസ് തിയറിയിൽ പറയുന്ന പ്രധാനപ്പെട്ട എയ്ഡാസ് തിയറിയിൽ പറയുന്ന ഒരു ഉപഭോക്താവ് കടന്നു പോകുന്ന 5 സ്റ്റേജുകൾ.
So that's all about ADA's theory. Okay, thank you.